അങ്ങനെയുള്ള ഫേസ് ഇങ്ങനെ ആയെന്ന് അറിയണ്ടേ, കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 ആഴ്ച 3 ആഴ്ച എടുത്തിട്ടുണ്ടാവും ഇങ്ങനെയാവാൻ. അത് കുരു പോയതിനു ശേഷമാണ് ഞാൻ പിമ്പിൾസ് തല മാറാൻ വേണ്ടിയിട്ട് സിറോ ഒക്കെ ട്രൈ ചെയ്തത്. അതിന് മുന്നേ ട്രൈ ചെയ്തിരുന്നു, കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട്. പക്ഷെ പോളായതിനു ശേഷം സ്റ്റോപ്പാക്കി. അങ്ങനെ ഞാൻ ലാസ്റ്റ് പിമ്പിൾസ് മാറാൻ വേണ്ടി നല്ലൊരു ഡോക്ടറെ കാണിച്ച് ഓയിൽമെൻറ്റൊക്കെ വാങ്ങി. ആ ഓയിൽമെൻറ്റെല്ലാം യൂസ് ചെയ്ത് കുരുവെല്ലാം പോയി. അങ്ങനെ ഞാൻ ഒരു സിറവും ഒരു നൈറ്റ് ക്രീമും വാങ്ങി. സിറം യൂസ് ചെയ്യുന്നതോട് എനിക്ക് പറയാനുള്ളത്, സിറം യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലേ വാരി വലിച്ച് യൂസ് ചെയ്യാതിരിക്കുക. മെല്ലെ നിങ്ങളുടെ സ്കിന്നും ആ സിറവുമായിട്ട് കുറച്ച് മെല്ലെ മെല്ലെ അത് ഓക്കെ ആക്കി എടുക്കുക. നമുക്ക് ഓക്കെ നിങ്ങളുടെ ഫേസിൽ ഒരു പിമ്പിൾസോ ചൊറിച്ചിലോ ഒന്നും ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ആഴ്ചയിൽ ഒരു 2-3 തവണ തേക്കുക. എന്നിട്ട് നിങ്ങൾക്കൊന്നും തോന്നില്ല, നിങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദിവസം കണ്ടിന്യൂ തേക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം തോന്നും. പെട്ടെന്ന് കല ലൈറ്റായിട്ട് കുറഞ്ഞോളും. അപ്പോൾ നിങ്ങൾക്കിത് ഇതെല്ലാം വേണം. ഈ സിറം ഞാൻ കാണിച്ചു തരാം. ഇതാണ് സിറം. ഞാനിത് 2 തവണ, ആദ്യം ചെറിയൊരു, എനിക്ക് എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഓക്കെ ആവുന്ന ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് ചെറിയൊരു ബോട്ടിലാണ് വാങ്ങിയത്. ഇത് അതിനുശേഷം ഞാൻ വലിയ ബോട്ടിൽ വാങ്ങി. ഇത് ഒന്നുമില്ല. യൂസ് ചെയ്യുന്ന ആൾക്കാർ സൺസ്ക്രീനും മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ നൈറ്റ് ക്രീം എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഇതിൻ്റെ 2 ബോട്ടിലുണ്ട്. ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ കുറേ ഫേക്ക് ഉണ്ട്. ഫേക്ക് വാങ്ങിയാൽ നിങ്ങളുടെ മുഖം പോകും, ഫേസ് ഫുള്ള് പിമ്പിൾസ് വരും. അതുകൊണ്ട് ലാസ്റ്റ് ഇത് വാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് ഫേസ് പിമ്പിൾസ് വന്നതെന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങിയത് ഫേക്കായി. ഇതിൻ്റെ കുറേ ഫേക്ക് പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തതാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് ഇതിന് എവിടെയും യൂസ് ചെയ്യാൻ ബാക്കിയില്ല. ഇതാണെങ്കിലും ഇതെല്ലാം കുറേ ആയി. ഞാൻ കല അത്രയ്ക്ക് എനിക്ക് ഭയങ്കര കല മാത്രമല്ല, നമ്മുടെ ടാനും എല്ലാം മുഖം മൊത്തം ക്ലിയർ ആവും. ഇത് കുറച്ചൊരു എമൗണ്ട്, ഒരു തുള്ളി എടുത്തിട്ട് എല്ലാവരും ആക്കുക. മൊത്തം ഫേസിൽ അവിടെ ഒക്കെ ആക്കിയിട്ട് നമ്മൾ മൊത്തം ഫേസിലാക്കിയിട്ട് എന്താ പറയുക മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കുക. അതിന് കുറച്ച് എമൗണ്ട് എടുക്കാം. വാരി പൊത്തിയാൽ നിങ്ങൾക്ക് അത് ലാസ്റ്റ് പിമ്പിൾസ് വരാൻ ചാൻസ്. ഓക്കെ ആണോന്ന് അറിയില്ല, കുറച്ച് യൂസ് ചെയ്യുക. ഇനി ഓക്കെ ആയാലും നിങ്ങൾ കുറച്ച് എമൗണ്ട് എടുക്കുക. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഏതെങ്കിലും കയറി വാങ്ങിയിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽമെൻറ്റ്. നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ള ഒരാളാണെങ്കിൽ ആ വീഡിയോ പോയി കണ്ടിട്ട് ആ ഒരു ഓയിൽമെൻറ്റ് വാങ്ങി യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ക്രീമും ഈ സിറവും യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും.